എന്റെ മകൻ എന്നും ഈ ചാട്ടില് തന്നെ. നീ എന്തുട്ര കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറച്ചു വെച്ച് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല. അല്ലേ? ആ മത്തായിയുടെ പറമ്പ് അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട അവകാശത്തിന്റെ പേരിലാണ്ടാ? അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ, ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ്, അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതിന് നീ എവിടെ കയറി എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാണെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിലച്ഛനായി, കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളെ.